എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് എങ്ങനെയാണ് ചക്ക വറക്കുന്നതെന്ന് നോക്കാം. ഡബിൾ ഫ്രൈ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ചക്ക വറക്കുന്നത്. ഈ വീഡിയോ മുഴുവൻ കാണുമ്പോൾ അതെങ്ങനെയാണെന്ന് മനസ്സിലാകും. സാധാരണ നമ്മൾ ചക്കയൊക്കെ വറക്കുമ്പോൾ പകുതി ചിലപ്പോൾ സോഫ്റ്റ് ആയിട്ട് പോകാറുണ്ട്. ഈ ഒരു മെത്തേഡിൽ വറുത്തെടുക്കുകയാണെങ്കിൽ നമ്മൾ വറക്കുന്ന ചക്ക മുഴുവൻ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലെ ബെല്ലൈക്കണും കൂടി ഒന്ന് ആക്ടിവേറ്റ് ആക്കുകയാണെങ്കിൽ ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് ചക്ക വറക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചക്ക വറക്കാൻ വേണ്ടിയിട്ട് ചക്ക എടുക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കണം. ഒരുപാട് കട്ടിയുള്ളതോ തീരെ കനം കുറഞ്ഞതോ ആയ ചക്ക എടുത്തിട്ടുണ്ടെങ്കിൽ ചക്ക വറുത്തെടുത്താൽ ശരിയാവില്ല. അതുപോലെ തന്നെ ചക്ക വറുത്തെടുക്കാൻ അരിഞ്ഞെടുക്കുന്നതിൻ്റെ എല്ലാ ഭാഗവും ഒരേ കനത്തിലായിരിക്കണം. അതിനു വേണ്ടിയിട്ട് ഇതുപോലെ ചക്കച്ചുളയുടെ ആ കട്ടിയുള്ള രണ്ട് ഭാഗവും ഇതുപോലെയൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചക്ക വറക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇനി നിങ്ങൾക്ക് വറക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കനം കുറഞ്ഞ ചക്ക കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ കട്ടിയുള്ള ചക്കയാണെങ്കിൽ നല്ല കനം കുറച്ചരിഞ്ഞതിന് ശേഷം വറുത്തെടുത്താൽ മതി. തീരെ കനം കുറഞ്ഞ ചക്കയാണെങ്കിൽ അതെങ്ങനെ വറുത്താലും ശരിയായിട്ട് കിട്ടില്ല. ഇവിടെ ഇപ്പോൾ ചക്കച്ചുളയുടെ കട്ടിയുള്ള ഭാഗമൊക്കെ മുറിച്ച് മാറ്റിയിട്ടുണ്ട്. ഈ കട്ടിയുള്ള ഭാഗം ചക്ക വേവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ചേർത്ത് വേവിച്ചെടുക്കാം, അല്ലെങ്കിൽ ഇത് വേറെയായിട്ട് വറുത്തെടുക്കാം. ഇതുപോലെ ചക്കച്ചുള മുറിച്ചെടുക്കുമ്പോൾ എല്ലാ ഭാഗത്തും ഒരേ കനത്തിൽ കിട്ടും. ഇവിടെ ഇപ്പോൾ ചക്ക വറക്കുന്നതിന് കണക്കായിട്ട് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ മുറിച്ചെടുക്കുമ്പോൾ കാണാനും ഒരു ഭംഗിയാണ്. ഇനി ഇത് ചൂടായ എണ്ണയിലിട്ട് വറുത്ത് കോരിയെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം വേണം ചക്ക ഇട്ട് കൊടുക്കാൻ. ആദ്യം കുറച്ച് സമയമൊന്ന് തീ കൂട്ടിയിട്ട് കൊടുക്കാം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലാക്കി വെക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. കട്ടിയുള്ള ഭാഗം മുറിച്ചെടുത്തതും ഇവിടെയൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. എല്ലാ ഭാഗവും ഒരേ കട്ടിയായതുകൊണ്ട് ഇത് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കാൻ പറ്റും. ഇത് നന്നായിട്ട് വറന്നു വരുന്ന സമയമാകുമ്പോഴേക്ക് കളർ വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ഉപ്പിൽ കലർത്തി അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഉപ്പുവെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു വലിയ സൗണ്ട് വരും. ആ സൗണ്ട് ഒന്ന് മാറുമ്പോൾ ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. നീളത്തിൽ അരിഞ്ഞെടുത്തിരുന്ന ചക്ക ചിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ട് വളരെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് വെള്ളത്തിൽ കലർത്തിയതും ചേർത്ത് കൊടുക്കാം. സൗണ്ട് മാറിയതിന് ശേഷം ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ മുറിച്ച് വെച്ചിരിക്കുന്ന മുഴുവൻ ചിപ്സും വറുത്തെടുക്കാം. അതിനുശേഷം ആദ്യം വറുത്ത് വെച്ചിരുന്ന ചിപ്സ് മുതൽ ഒരു 2 മിനിറ്റ് ഒന്നുകൂടെ എണ്ണയിലിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കാം. ഇങ്ങനെ വറക്കുമ്പോൾ ഇതിൻ്റെ മൂപ്പൊന്നും മാറിപ്പോകുകയില്ല, ഒന്നുകൂടെ ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടും. ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും ചില ചിപ്സൊക്കെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതുപോലെ ഒരു പ്രാവശ്യം കൂടി ഒന്ന് വറുത്തെടുക്കുകയാണെങ്കിൽ ഇത് മുഴുവൻ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇതുപോലെ എണ്ണയിലിട്ട് ഒരു പ്രാവശ്യം കൂടി ഒന്ന് വറുത്ത് കോരിയെടുക്കാം. ഇന്നത്തെ ഈ നല്ല ക്രിസ്പി ആയിട്ടുള്ള ചക്ക ചിപ്സിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.